So force equal to minus ma0. Is that idea clear? Such forces which appears to have on the particle due to the motion of the frame of reference is known as fictitious force or pseudo force. അത് ശരിക്കുള്ള ഫോഴ്സ് അല്ല. ഒരു എക്സ്റ്റേണൽ ഏജൻസി അതും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യല്ല. ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്ന കാരണം, ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം കാരണം ഒരു ഫോഴ്സ് ഉള്ള പോലെ എല്ലാ ഇഫക്റ്റും ഉണ്ടാവും. ഫോഴ്സ് ഉള്ള പോലെ തന്നെ ഒക്കെ അതും ഇഫക്റ്റും ഉണ്ടാവും. വെറുതെ തോന്നല് മാത്രമല്ല. അപ്പൊ അത്രയല്ല, അങ്ങനത്തെ ഫോഴ്സുകളെയാണ് നമ്മൾ ഫിക്ടീഷ്യസ് ഫോഴ്സ് ഓർ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒന്നുകൂടെ ഇതിനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഐഡിയ തന്നെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി സപ്പോസ് ഈ പാർട്ടിക്കിളും ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിലോ, ഈ പാർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് പാർട്ടിക്കിൾ റെസ്റ്റിലുള്ളപ്പോഴുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. When the particle is at rest, frame S dash is accelerating, then pseudo force is acting. Pseudo force is എത്രയാ? F0 equal to minus ma0. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ സ്യൂഡോ ഫോഴ്സ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുക, ഒരു ചെറിയ മാറ്റം വരുത്തുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ അറ്റ് പോയിന്റ് പി ഈസ് ആക്സിലറേറ്റിംഗ് എന്ന് വിചാരിക്കുക. വിത്ത് ആൻ ആക്സിലറേഷൻ ai. Now assume particle accelerating with an acceleration ai എന്ന് വിചാരിക്കുക. ai with respect to ആരാ? s. എസിനെ സംബന്ധിച്ച് പാർട്ടിക്കിൾ ഇപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം വരുത്തി. മനസ്സിലായില്ല? ആദ്യം റെസ്റ്റിലായിരുന്നു, ഇപ്പൊ ഈ പാർട്ടിക്കിള് ai ആക്സിലറേഷനിൽ റൈറ്റ് സൈഡിലേക്ക് പ്ലസ് ഇട്ട് കഴിഞ്ഞ്, ഇത് പ്ലസ് ആണ്, പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക്, നെഗറ്റീവ് മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക്. അറിയാലോ, പ്ലസും മൈനസും ഉപയോഗിക്കണം, അറിയാലോ. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. പ്ലസും മൈനസും സൂക്ഷിച്ച് ഉപയോഗിക്കണം, തെറ്റിക്കരുത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വെറുതെ എ ഐ ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലസ് എ ഐ ആണ്, അത് റൈറ്റ് സൈഡിലേക്ക് പോവാന്ന് വിചാരിക്കുക. ഇപ്പൊ എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഒബ്സർവർക്ക് എന്താണ് ഈ പാർട്ടിക്കിളുമേ തോന്നാം? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായ? എസിലുള്ള ഫ്രെയിമിലുള്ള ഇനർഷ്യൽ ഫ്രെയിമില് ആക്സിലറേഷൻ എ ഐ ഉണ്ടെങ്കിൽ ഇപ്പോ ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഇപ്പോഴും ആക്സിലറേറ്റ് തന്നെയാ with respect with an acceleration a0. അപ്പോ ഇയാൾക്ക് ഇപ്പോ എസ് ഡാഷിലുള്ള ഒബ്സർവർക്ക് പാർട്ടിക്കിളിന് എന്ത് തോന്നും? എന്ത് തോന്നും? അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, എ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. എ ആക്സിലറേഷൻ ഇൻ ദ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഈക്വൽ ടു എന്ത് തോന്നും? ആ ആക്സിലറേഷൻ ഇയാൾക്കും കാണും, ഇപ്പോഴുള്ള ആക്സിലറേഷൻ ഇയാൾക്കും കാണും. ഈ എസിലുള്ള ആക്സിലറേഷൻ എ ഐ എന്ന് പറയുന്നത് ഇപ്പൊ ഇയാൾക്കും തോന്നും. അപ്പൊ എ ഐ ഉണ്ടാവും, അതിന്റെ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ ആക്സിലറേഷൻ കൂടി ഉണ്ടാവും. ഏത്? ഇത് ഈ എസ് ഡാഷ് ആക്സിലറേറ്റ് ചെയ്യുന്ന കാരണം നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ സ്യൂഡോ ആക്സിലറേഷൻ, അതും കൂടെ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഐ മൈനസ് a0 ആയിരിക്കും. ഇത് മനസ്സിലായോ? മുമ്പ് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ, റെസ്റ്റിലായിരുന്നപ്പോ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇനി എസില് ഇനർഷ്യൽ ഫ്രെയിമില് ആക്സിലറേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യും.
ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എളുപ്പമായി. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. ഞാൻ വെക്ടർ സിമ്പിൾ ഇത് മനസ്സിലായോ? ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. ആക്സിലറേഷൻ എല്ലാം വെക്ടർ ആണ്. വെലോസിറ്റി വെക്ടർ ആണ്, ഫോഴ്സ് വെക്ടർ ആണ്, മാസ് വെക്ടർ അല്ല, സ്കാലർ ആണ്. ഈ ഐഡിയ മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പാർട്ടിക്കിൾ റെസ്റ്റിലായിരുന്നപ്പോൾ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇനി പാർട്ടിക്കിൾ ആക്സിലറേറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ കൂടും. അപ്പൊ AI മൈനസ് A0 ആയിരിക്കും ANൽ നോൺ ഇനർഷ്യൽ ഫ്രെയിമിലുള്ള ഒബ്സർവർക്ക് തോന്നുന്ന ആക്സിലറേഷൻ. മനസ്സിലാവുണ്ടോ? ഇത് മുമ്പ് ഇത് ഉണ്ടായില്ല. മുമ്പ് ഇത്രേ ഉണ്ടായുള്ളൂ. AN ഈക്വൽ ടു മൈനസ് A0. പാർട്ടിക്കിൾ റെസ്റ്റിലായിരുന്നു. ഇപ്പൊ AI കൂടെ വന്നു. അപ്പൊ അതും കൂടെ അതിൽ ആഡ് ചെയ്തു. AI റൈറ്റിലേക്കാണ്, പോസിറ്റീവ് ഡയറക്ഷനിലാണ്. സോ AN ഈക്വൽ ടു AI മൈനസ് A0. ഓക്കെ. ഈ ഇതൊന്ന് ശരിക്കും ആലോചിച്ച് നിങ്ങൾ നന്നായിട്ട് വീണ്ടും മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്ക് എളുപ്പമാണ്. ഇനി നമ്മൾ ഇതിനെ മുഴുവൻ M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പാർട്ടിക്കിളിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ MAN ഈക്വൽ ടു MAI മൈനസ് MA0. എല്ലാത്തിനെയും M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും അല്ലെ? മാസിന്റെ ആക്സിലറേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? FN ഈക്വൽ ടു FI മൈനസ് F0 എന്ന് എഴുതാം. ഓക്കെ. സോ FN ഒക്കെ വെക്ടേഴ്സ് ആണ് കേട്ടോ. FN ഈക്വൽ ടു ഓക്കെ, FN ഈക്വൽ ടു FI മൈനസ് F0 എന്ന് എഴുതാം. ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഇവിടെ പ്ലസ് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം? F0 ഈക്വൽ ടു ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ഇതൊരു ചെറിയ ചേഞ്ച് വരുത്താൻ പോവാണ്. ഇവിടെ ഞാൻ പ്ലസ് ഇടാൻ പോവാ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ലെറ്റ് us put F0 ഈക്വൽ ടു മൈനസ് MA0. അങ്ങനെ എടുത്താൽ മതി. F0 ഈക്വൽ ടു മൈനസ് M0 ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ഇടാം. ഇപ്പൊ ശരിയായില്ലേ? F0 ഈക്വൽ ടു മൈനസ് MA0 ടു. അപ്പൊ ഇത് ഈ മുമ്പത്തെ ഇക്വേഷൻ തന്നെ കിട്ടി. ഓക്കെ. അപ്പൊ ഇതിൽ ഇനി ഈ മൂന്ന് ഫോഴ്സുകളെ നമുക്കൊന്ന് ഞാൻ സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഈസ് FN, വാട്ട് ഈസ് FI, വാട്ട് ഈസ് FO. മൂന്ന് ഫോഴ്സുകൾ. ഓക്കെ. സോ ദിസ് ഈസ് ദ FN എന്ന് പറഞ്ഞാൽ എന്താണ്? N ഫോർ നോൺ ഇനർഷ്യൽ. ഓക്കെ. സോ FN എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മെഷേർഡ് in the non-inertial frame S dash. S ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഫോഴ്സ് ആണ് FN. FI എന്ന് പറഞ്ഞാൽ that is the force measured in S. Okay. And F0 is the fictitious force. അതെന്തുകൊണ്ടാണ് അവിടെ? ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. മനസ്സിലായോ? സോ നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഓർത്തു വയ്ക്കാം. F0 is minus M0. So force due to the
acceleration of the frame or fictitious force acting on the particle of mass m is minus ma0. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മളൊരു ലിഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. ലിഫ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കാന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സ്പ്രിംഗ് ബാലൻസുമ്മേ നമ്മൾ ഒരു മാസ് കെട്ടി തൂക്കിയിട്ടിരിക്കണമെന്ന് വിചാരിക്കാം. ഒരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കണു. അപ്പൊ ആ സ്പ്രിംഗ് ബാലൻസിൽ നമുക്ക് അതിന്റെ എന്ത് കാണാം? അതിന്റെ വെയിറ്റ് കാണാം. ആക്ച്വലി സ്പ്രിംഗ് ബാലൻസ് മാസിലും വേണമെങ്കിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ നോർമലി ഒരു മാസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കുമ്പോൾ mg ആണ് താഴേക്കുള്ള വെയിറ്റ് വരിക, m × g. അപ്പൊ അതായിരിക്കും ആ സ്പ്രിങ് കാണിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ മേടിക്കുന്ന സ്പ്രിംഗ് ബാലൻസിലൊക്കെ മാസ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ സ്പ്രിംഗ് ബാലൻസും കോമൺ ബാലൻസും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. കോമൺ ബാലൻസ് നമുക്ക് രണ്ട് സൈഡിലും വെയിറ്റ് ഇടും. അപ്പൊ അത് കമ്പയർ ചെയ്യണ കാരണം ജിയുടെ എഫക്റ്റ് ഉണ്ടാവില്ല, നമുക്ക് മാസ് കിട്ടും. സ്പ്രിംഗ് ബാലൻസിന് ഒരു സ്ഥലത്തെ വെയിറ്റ് ഇടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. m × g ആണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വെയിറ്റ് സാധാരണ ഒരു ഇതുമ്മ കയറി നിന്നിട്ട് വെയിറ്റ് നോക്കൂലേ? നിങ്ങളുടെ വെയിറ്റ് സ്പ്രിംഗ് ഡിജിറ്റൽ വേണ്ട കേട്ടോ, ഡിജിറ്റൽ അല്ല, നമ്മൾ സാധാരണ നമ്മളൊരു സ്പ്രിംഗ് പഴയ ടൈപ്പ് ഇതില് ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മുടെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് കാണിക്കില്ലേ? കണ്ടിട്ടില്ലേ അത്? ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വെയിറ്റ് നോക്കാറില്ലേ? കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ അങ്ങനത്തെ ഒരു ഇങ്ങനെ തിരിഞ്ഞ റീഡിങ് ഒന്ന് 50-ലോ 60-ലോ 55-ലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതാണ് നിങ്ങളുടെ വെയിറ്റ്. ആക്ച്വലി അങ്ങനത്തെ ഒരു സാധനം ആയാലും മതി. അങ്ങനത്തെ ഒരു സാധനം നിങ്ങളൊരു ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ അതുമ്മ കയറി നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളത് വെയിറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ലിഫ്റ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് വെയിറ്റ് കാണിക്കും. നിങ്ങൾ നിലത്ത് എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും അതിന്റെ വെയിറ്റ് കാണിക്കുക. അതിന് പകരം ഒരു സ്പ്രിംഗ് ബാലൻസ് ആയാലും മതി കേട്ടാ. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ലിഫ്റ്റിന്റെ ഉള്ളില് ഒരു സ്പ്രിംഗ് ബാലൻസ്, അതുമ്മേ നമുക്ക് അതിന്റെ വെയിറ്റ്, ഓക്കെ, അതിന്റെ വെയിറ്റ് mg ആയിരിക്കും അത് കാണിക്കുക. സ്പ്രിംഗ് ബാലൻസ് മാസ് m ആണെങ്കിൽ വെയിറ്റ് കാണിക്കും. അല്ലെങ്കിൽ നമ്മളൊരു വെയിങ് സ്കെയിലുമ്മ കയറി നിന്നാൽ മതി. അപ്പൊ അത് നിങ്ങളുടെ മാസ് m കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, mg കാണിച്ചുകൊണ്ടിരിക്കും. വെയിങ് സ്കെയില് അതുമ്മ കയറി നിൽക്കുക. അവിടെ സ്റ്റാൻഡിങ് വെയിങ് സ്കെയിൽ. ഓക്കെ, ഇത് നമ്മൾ വേണ്ടത്, അപ്പൊ നമ്മള് ലിഫ്റ്റ് മൂവ് ചെയ്യാൻ പോവാണ്. ലിഫ്റ്റ് മൂവ് ചെയ്യണത് നേരെ മുകളിലേക്കും താഴേക്കുമാണ്. അപ്പൊ അത് സാധാരണ ലിഫ്റ്റൊക്കെ എന്താ പറയാ, യൂണിഫോം വെലോസിറ്റിയിലാണ് പോവുക. അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് ആളുകളൊക്കെ പേടിക്കും ആക്സിലറേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ. നമ്മളെ എടുത്ത് ഇങ്ങനെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും, നമ്മുടെ മെന്റൽ സ്റ്റാറ്റസിനെ അതൊക്കെ അഫക്ട് ചെയ്യും സാധാരണ. അതുകൊണ്ട് തന്നെ സാധാരണ ലിഫ്റ്റുകളൊക്കെ യൂണിഫോം ആക്സിലറേഷനിലാണ് പോവുക. എന്നാൽ അത് ജസ്റ്റ് തുടങ്ങണ സമയത്തും ജസ്റ്റ് നിൽക്കണ സമയത്തൊക്കെ, തുടങ്ങണ സമയത്ത് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, നിൽക്കണ സമയത്ത് ഒരു ഡീസലറേഷൻ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മുടെ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞത് ആരാ? ഏതാണ് ഇനർഷ്യൽ ഫ്രെയിം? നമ്മുടെ എർത്താണ്. എർത്തിലാണുള്ളത് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യണേ. ഓക്കെ, അപ്പൊ എർത്താണ് ഇനർഷ്യൽ ഫ്രെയിം എസ്. ലിഫ്റ്റ് ആണ് ഏത്? നമ്മുടെ S', നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഓക്കെ, അപ്പൊ നമ്മളിനി ലിഫ്റ്റ് ആദ്യത്തെ കേസ് ലിഫ്റ്റ് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക. ലിഫ്റ്റ് അനങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പൊ പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് സാധാരണ നമ്മൾ എർത്തിൽ എത്രയാണോ നമ്മൾ വെയിറ്റ് നോക്കണേ, അതേ വെയിറ്റ് തന്നെ നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് ലിഫ്റ്റിലുള്ള വെയിങ് ബാലൻസും അതേ വെയിറ്റ് തന്നെ കാണിക്കും. ഓക്കെ, സോ
വെയിറ്റ് ഈസ്, നമുക്ക് അതിനെ -mg എന്ന് വിളിക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോണത് ലിഫ്റ്റിന്റെ ഡയറക്ഷൻ, ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പോവാ. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇതിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യണത്. ലിഫ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. താഴേക്ക് പോവാ, മുകളിലേക്ക് പോവാ ലിഫ്റ്റിന്. സോ വി ടേക്ക് അപ്വേർഡ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. അപ്പൊ ഇപ്പൊ വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റിനെ നമുക്ക് -mg എന്ന് വിളിക്കാം. വെയിറ്റ് നേരെ താഴ്ത്തിക്കല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമുള്ള വെയിറ്റ് നേരെ താഴേക്കാണ്. നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു, അപ്പൊ നമ്മൾ വെയിറ്റ് താഴേക്കാണ്. അതുകൊണ്ട് നമ്മൾ -mg എന്ന് വെയിറ്റ് എടുത്തു. ഇനി ലിഫ്റ്റ് മുകളിലേക്കോ താഴേക്കോ പോട്ടെ വിത്ത് റെസ്പെക്ട് ടു എർത്ത്. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് ഇപ്പോ യൂണിഫോം വെലോസിറ്റിയിൽ പോയതുകൊണ്ട് വലിയ കാര്യമില്ല, നമുക്ക് വെയിറ്റ് ഇത് തന്നെയായിരിക്കും. ഓക്കെ, സോ സ്റ്റേഷനറി ആണെങ്കിൽ ഇത് തന്നെ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഇത് തന്നെ. യൂണിഫോം വെലോസിറ്റിയിൽ താഴ്ത്തിക്കോ മുകളിലേക്കോ പോവാം. യൂണിഫോം വെലോസിറ്റിയിൽ അപ്പ് ഓർ ഡൗൺ, അപ്പോഴും വെയിറ്റ് സെയിം -mg തന്നെയായിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. ഇനിയാണ് വ്യത്യാസം വരാൻ പോണത്. ഞാൻ നെക്സ്റ്റ് പേജിൽ എഴുതാം. ലെറ്റ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് എന്ന് വിചാരിക്കാം. ലിഫ്റ്റ് മൂവിങ് അപ്പ് എങ്ങനെ? വിത്ത് ആൻ ആക്സിലറേഷൻ. വിത്ത് ആൻ ആക്സിലറേഷൻ എ ആണെന്ന് വിചാരിക്കാം. എ കാരണം അപ്വേർഡ് ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് ആണ്, അപ്പൊ +a എന്ന് ഇട്ടു. ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ +a. ഓക്കെ, ഇപ്പൊ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന വെയിറ്റ് എത്രയായിരിക്കും? നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ ഫോർമുല എടുക്കുക. Fn = Fi + Fo. നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല എടുക്കുക. ഇത് Fn = Fi + Fo. ഇനി നമ്മൾ ഇതിൽ ഓരോന്ന് ഐഡന്റിഫൈ ചെയ്തൊക്കെയാണ്. ഓക്കെ, സോ Fi എന്തായിരിക്കും? ഇനർഷ്യൽ ഫ്രെയിമിൽ ഉള്ളത് നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അതായത് mg ആണ്, -mg ആണ്. ഓക്കെ, Fo എന്ന് പറഞ്ഞ എത്രയാണ്? ഇപ്പൊ ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യാണ്, ലിഫ്റ്റ് ആക്സിലറേറ്റ് മുകളിലേക്ക് പോവാണ്. ഓക്കെ, വിത്ത് ആൻ ആക്സിലറേഷൻ a. അപ്പൊ ഇപ്പൊ ലിഫ്റ്റില് ഉള്ള ഫിക്ടീഷ്യസ് ഫോഴ്സ് എത്രയായിരിക്കും? -ma0 ആണ്. ഇതാണ് നമ്മൾ മുമ്പ് എഴുതി വെച്ചത്. മുമ്പ് അത് തന്നെ, ഇതാ F0 = -ma0. ഇവിടെ a0 എന്ന് പറഞ്ഞാൽ a ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ദിസ് ഈസ് ഈക്വൽ ടു -ma, സിൻസ് a0 = a. ഓക്കെ, സോ F0 = -ma. സോ വാട്ട് ഈസ് Fn? സോ Fn = ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ. Fiക്ക് പകരം -mg, Foക്ക് പകരം -ma. സോ ദിസ് ഈസ് ഈക്വൽ ടു -m × g + a എന്ന് എഴുതാം. -m × g + a. -m പുറത്തേക്ക് എടുക്കുക, gയും aയും g + a. ഓക്കെ, ഇപ്പൊ സോ ദിസ് ഈസ് ഇതാണ് അപ്പൊ ലിഫ്റ്റിൽ ഉള്ളിലുള്ള ആൾക്ക്, ലിഫ്റ്റ് ആണല്ലോ നോൺ ആക്സിലറേറ്റിംഗ് ഫ്രെയിം. ലിഫ്റ്റിലുള്ള ആൾക്ക്, ലിഫ്റ്റിലുള്ള വെയിങ് മെഷീനിൽ കാണിക്കുന്ന റീഡിങ് ഇപ്പോ ഇതായിരിക്കും. അതായത് ഇപ്പൊ ലിഫ്റ്റില് റീഡിങ് കൂടോ കുറയോ? നിങ്ങൾ ഓൾറെഡി 55 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. 55 കിലോ നിങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ലിഫ്റ്റ് പെട്ടെന്ന് മുകളിലേക്ക് പോയി.
ലിഫ്റ്റ് സ്റ്റേഷനറി ആയിരുന്നപ്പോൾ നിങ്ങളുടെ വെയിറ്റ് -mg ആയിരുന്നു. ഇപ്പൊ ലിഫ്റ്റ് പെട്ടെന്ന് മുകളിലേക്ക് ആക്സലറേഷനിലാ പോയി. ഇപ്പൊ നിങ്ങളുടെ വെയിറ്റ് കൂടുകയോ കുറയോ? ഈ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ കൂടെ അതിന്റെ കൂടെ വരും, ജിയുടെ കൂടെ കൂട്ടി വരും. അപ്പൊ എന്തുണ്ടാവുക? റീഡിങ് ആരെങ്കിലും പറയൂ, റീഡിങ് എന്തുണ്ടാവുക? റീഡിങ് കൂടും. 55 ഉണ്ടായത് ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ എത്രയാണോ അതനുസരിച്ചിട്ട് കൂടും. 55 എന്നുള്ളത് 65ഓ 75ഓ ഒക്കെ ആവും. മനസ്സിലായില്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വെയിങ് സ്കെയിലിലെ റീഡിങ് കൂടുന്നതായിട്ട് കാണാം. അത് ആക്ച്വലി സംഭവിക്കും, ഇത് വെറുതെ തോന്നുന്ന കാര്യമല്ല. സാധാരണ ലിഫ്റ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞത് തോന്നില്ല, കാരണം അത് ലിഫ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമാണ് കുറച്ച് ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അത് യൂണിഫോം വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഡീസലറേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിക്കും കാണാൻ, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കിയാൽ മാത്രം റീഡിങ് ഒന്നിങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണമായിട്ട് കാണാം. പിന്നെ അത് വന്നിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും. മനസ്സിലായല്ലോ? സോ this F1 is the weight of the body as measured from non-inertial frame. അതായത് ഇവിടെ നമ്മുടെ നോൺ ഇനർഷ്യൽ ഫ്രെയിം ലിഫ്റ്റ് ആണ്. ഓക്കെ, so weight appears to be increased. വെയിറ്റ് ഇൻക്രീസ്ഡ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഇത് നേരെ തിരിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നൗ ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ എ. നേരത്തെ പോലെ തന്നെ വിത്ത് ആൻ ആക്സിലറേഷൻ എ. ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഓക്കെ, എന്തുണ്ടാവും? ഇതിലാകെ വ്യത്യാസം വരിക, ഫോർമുല ഒക്കെ ഇതുപോലെ തന്നെ, F1 = F5 + F0 ഒക്കെ ഇതുപോലെ തന്നെ എഴുതാം. പക്ഷെ ഈ F0 എന്ന് പറയുന്നത് എന്താവും? അല്ലെങ്കിൽ എയുടെ ഡയറക്ഷൻ മാറി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മുമ്പ് -m × g + a ആയിരുന്നെങ്കിൽ ഇപ്പോ ഈ a എന്ന് പറയുന്നത് -a ആണ്. കാരണം ലിഫ്റ്റ് താഴേക്ക് പോകണം, താഴേക്കുള്ള ഡയറക്ഷൻ മൈനസ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ആകെ ഇതിൽ വ്യത്യാസം വരുത്തുന്നത് -m × g - a എന്നാക്കിയാൽ മതി. സോ F1 = -m × g - a എന്നാവും. So lift is moving down with an acceleration a എന്ന് പറഞ്ഞാൽ നമ്മുടെ A0 = എന്താവും? -a ആവും. നമ്മൾ മുമ്പ് A0 = a എന്ന് എഴുതിയെങ്കിൽ ഇപ്പോ A0 = -a. Therefore the above formula becomes F1 = -m × g - a. എന്തുണ്ടാവും? വെയിറ്റ് appears to be, പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് നിങ്ങൾ റീഡിങ് നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് appears to be decreases. മനസ്സിലായില്ലേ? സ്പ്രിംഗ് ബാലൻസിലാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിങ് കുറയും. നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ബാലൻസിൽ നിൽക്കണമെങ്കിൽ വെയിറ്റ് നിങ്ങളുടെ കുറയുന്നതായിട്ട് കാണാം. ആക്സിലറേഷനിൽ പോകണം കേട്ടോ, അല്ലാതെ യൂണിഫോം വെലോസിറ്റിയിലല്ല. രണ്ടും വ്യത്യാസമുണ്ട്. ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ഇതൊന്നും കാണൂല, ശരിക്കുള്ള വെയിറ്റ് തന്നെ കാണും. അതാണ് നിങ്ങൾക്ക് ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒന്നുകൂടെ പറയാം. ഇനി സപ്പോസ് ഈ ലിഫ്റ്റിന്റെ ഇത് കൺട്രോളൊക്കെ പൊട്ടി, അത് താഴേക്ക് അതിന്റെ സ്പ്രിംഗ് ഒക്കെ പൊട്ടി താഴേക്ക് വീഴാന്ന് വിചാരിക്കുക, ഫ്രീ ഫോൾ ആന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ലിഫ്റ്റ് ഇങ്ങനെ നല്ല ഹൈറ്റ് ഉള്ള ലിഫ്റ്റ് ആണെങ്കിൽ അത് ലിഫ്റ്റിന്റെ പൊട്ടിയിട്ട് താഴേക്ക് പോകാലോ, അതിന്റെ വേറെ കൺട്രോൾ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മള് സ്പേസിൽ പോയിട്ട് വിമാനത്തിലൊക്കെ പോയിട്ട് താഴേക്ക് ചാടിയാലും മതി. അപ്പൊ അതൊക്കെ നമുക്ക് ലിഫ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് അതേ ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. നമ്മളൊരു ഈ ഫ്രീ ഫോളിങ് ബോഡിയാണ്. അപ്പൊ ലിഫ്റ്റ് ബ്രേക്ക് ചെയ്തോന്ന് വിചാരിക്കാം.
ലിഫ്റ്റ് ബ്രേക്സ് അതിന്റെ ഇത് ഇത്ര അതിന്റെ വയർ ഉണ്ടാവല്ലോ, അതിന്റെ വയർ ലിഫ്റ്റ് വയർ ബ്രേക്സ് ആൻഡ് ഫ്രീലി ഫോളിങ് ആണെന്ന് വിചാരിക്കുക. ഫ്രീലി ഫോളിങ്. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും ലിഫ്റ്റിന്റെ? ഈ A0 എത്രയായിരിക്കും? A0 ഈക്വൽ ടു മൈനസ് ജി ആയിരിക്കും. താഴേക്ക് വീഴുന്ന എല്ലാ ബോഡീന്റെ ആക്സിലറേഷൻ ജി ആണ്. നമ്മൾ മൈനസ് താഴേക്ക് ആയതുകൊണ്ട് മൈനസ് ഇട്ടെന്ന് മാത്രം. A0 ഈക്വൽ ടു ഇപ്പൊ മൈനസ് ജി ആയിരിക്കും. അപ്പൊ ലിഫ്റ്റ് ഫ്രീലി ഫോളിങ് ബോഡി ആണെങ്കിൽ A0 ഈക്വൽ ടു മൈനസ് ജി ആയിരിക്കും. അപ്പൊ Fn എത്രയായിരിക്കും? മൈനസ് എം ഇൻറ്റു ജി മൈനസ് ജി ആയിരിക്കും. ദാറ്റ് ഈസ് 0. എന്തായിരിക്കും വെയിറ്റ്? നിങ്ങളൊരു സ്പ്രിംഗ് ബാലൻസിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വെയിങ് ബാലൻസിൽ കയറി നിന്നിട്ട് ഫ്രീലി ഫോളിങ് ലിഫ്റ്റ് ആണെങ്കിൽ വെയിറ്റ് 0 ആയിരിക്കും. 0 റീഡിങ് കാണിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? വെയിറ്റ്ലെസ്നെസ് എന്ന് പറയാം. ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് വെയിറ്റ്ലെസ്നെസ്. ഓക്കെ. അപ്പൊ ഞാൻ ഇത് നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഈ ജയന്റ് വീലിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ ആൾക്കാർ ഓളി ഇടണതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലെ? താഴേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് നമുക്ക് ഈ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും കുറച്ച് സമയത്തേക്ക് കേട്ടാ. അതായത് ലിഫ്റ്റ് ഇങ്ങനെ കറങ്ങി ജയന്റ് വീല് കറങ്ങിയിട്ട് ജസ്റ്റ് നമ്മള് താഴത്തേക്ക് വരൂലേ, ആ ഒരു മൊമെന്റില് നമുക്ക് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് കാലിന്റെ അടിയിലൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ തോന്നും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ, അതാണ് ആൾക്കാർ ഓളി ഇടണേ. അതുപോലെ ലിഫ്റ്റ് ജയന്റ് വീല് മുകളിലേക്ക് പൊങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുകയും ചെയ്യും. നമ്മൾ ആ കാലിന്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ പ്രസ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഈ ജയന്റ് വീൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നമ്മുടെ വീഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള റൈഡുകളൊക്കെ ഈ ഈ വക ഫീലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും. ആളുകളെ പിടിച്ച് അങ്ങോട്ട് കറക്കും ഇങ്ങോട്ട് കറക്കും, തല തിരിക്കും. അങ്ങനെയൊക്കെ അപ്പോഴൊക്കെ ഈ വക നമ്മുടെ നേച്ചറിലുള്ള ഈ ജിയുടെ ഇഫക്റ്റിനെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള തന്ത്രങ്ങളാണ് ഈ റൈഡുകളിലൊക്കെ ഉണ്ടാവുക. അപ്പൊ ആളുകൾക്ക് അതൊരു പുതിയ ഫീൽ ആയിരിക്കും, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നും. നമുക്ക് ഇതുവരെ തോന്നാത്ത സംഭവങ്ങളൊക്കെ തോന്നുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നും. ഇത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇത് കിട്ടാൻ ഈ ഫീല് വെയിറ്റ്ലെസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വിമാനത്തിലൊക്കെ പോയിട്ട് അതിന്റെ വിമാനത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ താഴേക്ക് ചാടണതൊക്കെ. മനസ്സിലായില്ലേ? അത് അവർക്ക് അത്രയും നിലത്തെത്തുന്നതിന് മുമ്പ് ഒരു പാരഷൂട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കും. അപ്പൊ അതുവരെ അവർക്ക് ആ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. വെയിറ്റ് ഇല്ല. നിങ്ങൾ കാലുമ്മ ഒരു വെയിങ് ബാലൻസ് വെച്ച് കെട്ടിട്ട് വിമാനത്തിൽ നിർത്തി ചാടി കഴിഞ്ഞാൽ ആ വെയിങ് ബാലൻസിൽ 0 റീഡിങ് ആയിരിക്കും കാണിക്കുക. കാരണം നിങ്ങളോടൊപ്പം അതും താഴത്തേക്ക് പോവാണ്. ഒരാള് താഴത്തേക്ക് ജിയിൽ പോണു, അതേ ജിയിൽ തന്നെയാണ് വെയിങ് ബാലൻസും പോണേ. അതുകൊണ്ട് വെയിങ് ബാലൻസ് 0 റീഡിങ് കാണിക്കും. മനസ്സിലായല്ലോ? അതുപോലെ ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ വീഴുമ്പോൾ ആളുകൾ എങ്ങനെയാ മരിക്കുക? എങ്ങനെയാ? പേടിച്ച് മരിക്കും. അത് നിലത്തെത്തിയിട്ടല്ല മരിക്കുക. നിലത്തെത്തിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആകെ തകർന്നു പോവും. എല്ലാം എല്ലും സ്കള്ളും ഒക്കെ തകർന്നു പോയി ആള് മരിക്കും. അതിനു മുമ്പ് തന്നെ ആള് മരിച്ചിട്ടുണ്ടാവും, പേടിച്ചിട്ട് മരിക്കും. കാരണം ഈ വെയിറ്റ്ലെസ്നെസ് ആദ്യമായിട്ടായിരിക്കും ഇയാൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. ആദ്യമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അതൊരു ഭയങ്കര ഷോക്ക് ആയിരിക്കും. ബ്രെയിന് ഇങ്ങനെ ഭയങ്കര പരിചയമില്ലാത്ത സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ബ്രെയിൻ പേടിച്ചു പോകും. കാരണം ബ്രെയിനിന് അങ്ങനെ നിങ്ങൾ ചെറുപ്പം തൊട്ട് വളർന്നു വന്ന സിറ്റുവേഷൻസ് മാത്രമാണ് ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനാണ് മനുഷ്യന് പറ്റുള്ളൂ. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നോ അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ലേണിംഗ് ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യും. ആ പഴയ സിറ്റുവേഷനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു തീരുമാനം എടുക്കും, അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യും. പക്ഷെ ഈ വെയിറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് എൻറ്റയർലി ന്യൂ ഒരു ഫെനോമിനാണ്. ഇതുവരെ നമുക്ക് ബ്രെയിനിന് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ, മുമ്പ് വീണിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പേടിക്കാണ്ട് അവർക്ക് അത് അവർ വീഴും, കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെടും. പക്ഷെ ആദ്യമായിട്ട് ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണാൽ അയാൾ നിലത്തെത്തുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം അയാൾക്ക് ബ്രെയിൻ ഭയങ്കര ഒരു ഷോക്ക്, ബ്രെയിനിന് ഷോക്ക് ആയിരിക്കും. ആ ബ്രെയിൻ ഉടനെ നമ്മുടെ കാർഡിയാക് അറസ്റ്റിനുള്ള
കണ്ടക്ടിവിറ്റി ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ പേടിപ്പിക്കാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അതോടുകൂടി ഹാർട്ട് നിന്ന് പോവും, എല്ലാം നിന്ന് പോവും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് റൈഡിലൊക്കെ കയറുമ്പോ കുറച്ച് സൂക്ഷിക്കണം. എന്തെങ്കിലും അസുഖങ്ങളുള്ളവരോ പേടിയുള്ളവരൊക്കെ അല്ലെങ്കിൽ അങ്ങനെ റൈഡുകളിലൊക്കെ കയറുമ്പോൾ അവരവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ വയസ്സായവരോ ചെറിയ കുട്ടികളൊന്നും പല റൈഡുകളിൽ കയറാൻ പാടില്ല എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. Okay, so these are the effects of fictitious force, and this is mainly due to the acceleration of the frame of reference, or it is due to the non-inertial frame of reference. Okay, next class we will discuss two more effects. One is Coriolis force and another is centrifugal force. Okay, we will discuss two effects due to the non-inertial frames. Okay, thank you, bye.